ഇളയ ദളപതി വിജയുടെ ഗോട്ട് അടുത്ത മാസം 5-ാം തീയതി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ്. നമുക്കറിയാലോ, വിജയുടെ ഒരു പടം വരിക എന്ന് പറഞ്ഞാൽ അത് തിയേറ്റർ ഉടമകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിജയ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ സ്റ്റാർഡമുള്ള ഒരു സൗത്ത് ഇന്ത്യൻ നടൻ ഇന്ന് വേറെ ആരും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. വിജയുടെ ഒരു പടം ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതുണ്ടാക്കുന്ന ഒരു ഓളങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിലെ 600ഓളം സ്ക്രീനുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കേരളത്തിലെ മിക്കവാറും സെൻറ്ററുകളിൽ ഗോട്ട് തന്നെയായിരിക്കും ഗോട്ട് റിലീസ് എത്തിയാൽ പ്രദർശനം ഉണ്ടാവുക. മറ്റു ചിത്രങ്ങളൊന്നും അതിനോട് മത്സരിക്കാൻ വരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ഒരു വിജയ് ചിത്രത്തോട് മത്സരിച്ച് മുട്ടി നിൽക്കാനുള്ള ഒരു കെൽപ്പുള്ള, അല്ലെങ്കിൽ അത്തരം അതേ സ്റ്റാർഡം ഉപയോഗിച്ച് മത്സരം നടത്താൻ കഴിയുന്ന ഒരു താരം ഇന്ന് സൗത്ത് ഇന്ത്യയിൽ വേറെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അത്. അപ്പോൾ തമിഴ്നാട്ടിലെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെ മുഴുവൻ തിയേറ്ററുകളിലും, അതായത് ഈ ഗോട്ട് എന്നുള്ള വിജയ് ചിത്രം റിലീസിനെത്തിയാൽ പിന്നീട് അവിടെ തമിഴ്നാട്ടിൽ വേറൊരു ചിത്രവും പ്രദർശിപ്പിക്കുന്നില്ല. വിജയുടെ ചിത്രം മാത്രമായിരിക്കും പ്രദർശിപ്പിക്കുക. തമിഴ്നാട്ടിലെ ഏകദേശം എല്ലാ തിയേറ്ററുകളിലും വിജയ് ചിത്രം മാത്രം പ്രദർശിപ്പിക്കാനാണ് ഇപ്പോഴുള്ള തീരുമാനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് നമുക്കറിയാലോ, വിജയുടെ ഒരു സ്റ്റാർഡം എന്നുള്ളത് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്നതിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്ലാഗ് അടക്കം അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫാൻസും അതോടനുബന്ധിച്ച് അദ്ദേഹം ഇനി കൂടുതൽ സിനിമകളിലൊന്നും അഭിനയിക്കുന്നില്ല, ഇനി ഒരു സിനിമയിൽ കൂടി അഭിനയിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ വിജയുടെ ഏറ്റവും അവസാനം വരാവുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ഈ ഗോട്ട് എന്ന ചിത്രം. വെങ്കട്ട് പ്രഭുവാണ് ഇതിൻ്റെ സംവിധായകൻ. അപ്പോൾ തീർച്ചയായിട്ടും വെങ്കട്ട് പ്രഭു നമുക്കറിയാലോ, വെങ്കട്ട് പ്രഭുവിൻ്റെ അജിത്തിനെ വെച്ച് മങ്കാത്ത എന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ നൽകിയിട്ടുള്ള ആളാണ് വെങ്കട്ട് പ്രഭു. അതോടൊപ്പം തന്നെ നല്ല ഒരു ക്രൂ ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് ഒരു അത്രത്തോളം പ്രതീക്ഷകൾ നൽകുന്ന ഒരു ക്രൂവിൻ്റെ പിറകിൽ വിജയും കൂടി അണിനിരക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലുക്കും. ആദ്യ ദിവസം തന്നെ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം. കേരളത്തിൽ ഇപ്പോഴത്തെ റെക്കോർഡ് പ്രകാരം കേരളത്തിലെ ആദ്യ ദിവസത്തെ കളക്ഷനുകളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആദ്യ 3-4 ചിത്രങ്ങളും അത് വിജയ് ചിത്രങ്ങളാണ്. തമിഴ്നാട് കഴിഞ്ഞാൽ വിജയ്ക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഫാൻസുമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അദ്ദേഹത്തിൻ്റെ ലിയോ എന്നുള്ള ചിത്രം കേരളത്തിൽ മാത്രം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ് വിജയെ സംബന്ധിച്ചിടത്തോളം കേരള. അതുകൊണ്ട് തന്നെ ഗോട്ട് ഒരു വൻ റിലീസ് തന്നെയാണ്. ആദ്യം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ 4 മണിക്ക് ഫാൻസ് ഷോ തുടങ്ങും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. പക്ഷേ പിന്നീട് അത് സമയം 7 മണിയോ 6:30 മാറ്റിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഫാൻസ് ഷോ ഇപ്പോൾ അനുവദിക്കുന്നില്ല. അത് 9 മണിക്ക് സാധാരണ ഷോകളാണ് ഇപ്പോൾ തുടങ്ങാറുള്ളത്, മുമ്പ് ചില വിഷയങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിജയ് ചിത്രം തീർച്ചയായും ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലുക്കും. അത് നല്ല അഭിപ്രായങ്ങൾ കൂടി വന്നാൽ വൺ ഓഫ് ദി ബ്ലോക്ക് ബസ്റ്റർ ഇൻ തമിഴ് ഇൻഡസ്ട്രി തീർച്ചയായിട്ടും ഗോട്ടതായിട്ട് മാറും. അപ്പോൾ ഈ അടുത്ത മാസം 5-ാം തീയതിയാണ് ചിത്രം റിലീസിന് ഒരുങ്ങുന്നുള്ളത്. അതിൻ്റെ പ്രൊമോഷൻ പരിപാടികളോ ബാക്കി സംഗതികളെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പുറത്തു വരാത്തത് കൊണ്ട് തന്നെ എന്തായാലും ഫാൻസ് ഇതൊരു ആഘോഷമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിജയ് ഫാൻസിനെ നമുക്കറിയാമല്ലോ, അവർ ആ ഒരു താരത്തിന് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം കേരളത്തിലെ വിജയ് ഫാൻസും അതിലൊട്ടും പുറകിലല്ല. കഴിഞ്ഞ പ്രാവശ്യം തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ കേരളത്തിലെത്തി 3:30 മണിക്കാണ് ലിയോയുടെ ഫസ്റ്റ് ഷോ വെച്ചിട്ടുള്ളത്. ഇപ്പോഴും 3:30 മണിക്ക് ഷോ ഉണ്ടാവില്ല, ഏതായാലും 6:30 മണിക്കായിരിക്കും ഫസ്റ്റ് ഷോ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യ ഷോകൾ 6:30 മണിക്ക് തുടങ്ങിയാൽ അത് പോസിറ്റീവ് റിപ്പോർട്ടുകൾ വന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഈ വർഷത്തെ ഏറ്റവും മികച്ച ഒരു ഹിറ്റിലേക്ക് തന്നെ ചിത്രം കുതിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ എല്ലാവർക്കും നല്ലൊരു ആഘോഷത്തിനുള്ള അവസരം കൂടിയായിരിക്കും. മലയാള സിനിമയിൽ വൻ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഈ ഒരു സമയത്ത് ഇത്തരം ഒരു വിജയ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിലെത്തി വൻ വിജയമുണ്ടാക്കിയാൽ അത് സിനിമാ മേഖലയ്ക്ക് കൂടി ചെറിയൊരു ആശ്വാസമായിരിക്കും.